ഇവർ പറയുന്നതെല്ലാം കള്ളമാണ് സാറേ. വിശ്വസിക്കരുത് അച്ഛാ. ഈ ചന്ദ്രിക പറയുന്നത് ഒന്നും വിശ്വസിക്കരുത്. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ. അതിനു വേണ്ടി അവർ എന്റെ സ്ഥലത്ത് വൈശാലി അയച്ചത്. പക്ഷെ വൈശാലി മരിച്ചു പോയത് അറിഞ്ഞുകൊണ്ട് ഇവരിപ്പോ പുതിയ നാടകം കളിക്കുക അച്ഛാ. ഒരു കാരണവശാലും ഇവരെ നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ചന്ദ്രിക, ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്റെ ജീവിതം വെച്ച് നീ ഇങ്ങനെ തട്ടി കളിക്കുന്ന? എന്നെ വെറുതെ വിട്ടേക്ക്. അവര് സംസാരിക്കുന്ന കേട്ടില്ലേ? നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക. നിങ്ങൾ പറയുന്നത് ആ പെണ്ണ് വൈശാലിയാണെന്നാണ്. പക്ഷെ അവള് പറയുന്നത് കൊട്ടാരം വീട്ടിലെ മരുമകളാണെന്നും ആ വീട്ടിൽ എന്തെവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവള് വൈദേഹി അല്ലായിരുന്നെങ്കിൽ അതിന് സാധിക്കോ? അതൊക്കെ സാധിക്കും. അവള് 10 കാര്യങ്ങൾ പറഞ്ഞാ എനിക്ക് 100 കാര്യങ്ങൾ പറയാം. അടുക്കളക്കകത്ത് 4 ബേണറുള്ള ഒരു സ്റ്റൗ ഉണ്ട്. അതിലൊരെണ്ണം ബ്ലോക്കായി കിടക്കുകയാണ്. മോളിലത്തെ ബെഡ്റൂമിൽ ബെഡിനൊരു ചെറിയ ക്രാക്ക് ഉണ്ട്. മറ്റൊരു റൂമില് ഇലക്ട്രീഷ്യൻ റോങ് കണക്ഷൻ കൊടുത്തിരിക്കുക. ഫാനിന്റെ സ്വിച്ച് ഇട്ടാ അവിടെ ലൈറ്റേ കത്തും. ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടാ ഫാൻ കറങ്ങുകയും ചെയ്യും. ഇരുമ്പിന്റെ ഊഞ്ഞാൽ മേലോട്ട് എടുത്തോണ്ട് പോകുമ്പോ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീണ് അവിടുത്തെ ഒരു ടൈൽസിൽ ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്. ഇങ്ങനെ 100,000 കാര്യം പറയാം. സത്യമാണോ ഇല്ലയോ എന്നുള്ളത് പോയി പരിശോധിച്ചു നോക്കിക്കോളൂ. ഞാനും ആ വീട്ടിലില്ലാത്ത ആളല്ലേ, പിന്നെ എനിക്കെങ്ങനെ ഇതൊക്കെ മനസ്സിലായി കാണും? അതും എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ലക്ഷ്മിയമ്മേ, നമസ്കാരം ജഡ്ജി സാറേ. ഇവരെന്റെ വല്യേട്ടന്റെ വീട്ടിലെ വേലക്കാരിയാ. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ വൈശാലി എങ്ങനെ അറിഞ്ഞു കാണുമെന്നുള്ള സംശയത്തിലാ ഞാൻ ഇവരെ ചോദ്യം ചെയ്തത്. അപ്പോഴല്ലേ കാര്യങ്ങൾ മുഴുവൻ ഇവര് പുറത്തു പറഞ്ഞത്. ഈ വൈശാലിയാണ് ലക്ഷ്മിയമ്മയ്ക്ക് കാശു കൊടുത്ത് ആ വീടിന്റെ ഓരോ കോണും ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞത്. ആ ഫോട്ടോയിൽ നോക്കിയിട്ടാ നിങ്ങളോട് അവള് ഏതെവിടെ ഇരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. പറഞ്ഞു കൊടുക്ക ലക്ഷ്മിയമ്മേ. സത്യ വക്കീൽ മാഡം, ഫോട്ടോ അയച്ചു കൊടുത്തതിന് എനിക്ക് 50,000 രൂപ തന്നെ. $50,000? കൊട്ടാരം വീട്ടിലെ മരുമകളാകാൻ വേണ്ടി അത്രയെങ്കിലുമൊക്കെ ചെലവാക്കിയതിൽ ഒരു തെറ്റുമില്ല. അയ്യോ ഇല്ല, ഇതൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം കള്ളത്തരോ, കള്ളം, പച്ചക്കള്ളം. നിങ്ങൾ ആ ഫോട്ടോസ് ഒന്ന് കാണിക്ക ലക്ഷ്മിയമ്മേ. കാണിക്കാം.
തെളിവ് മതിയായില്ലേ യുറോണ? ഇവൾ കൊട്ടാരം വീട്ടിൽ ഏതെവിടെയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ ഫോട്ടോയാണ് അതിലുള്ളത്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ചന്ദ്രിക ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാ. ഞാൻ തന്നെയാണ് വൈദേഹി, എന്നെ വിശ്വസിക്ക. ഞാൻ തന്നെയാണ് വൈദേഹി, എന്നെ വിശ്വസിക്ക. ഇനി നീ എത്ര കരഞ്ഞു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വൈശാലി. നിന്റെ കള്ളത്തരങ്ങളെല്ലാം തെളിവ് സഹിതം പിടിച്ചു കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇവൾ വൈദേഹി അല്ല എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവൾ തന്നെയാണ് വൈശാലി. ഞാൻ വൈശാലി അല്ല ജഡ്ജി സാറേ, ഞാൻ വൈദേഹിയാണ്. നോ യുവർ ഓണർ, ഇവൾ വൈശാലി തന്നെയാണ്. വൈദേഹിയായി മാറാൻ വേണ്ടി വളരെ വലിയ പ്ലാൻ തന്നെയാണ് ഇവളിട്ടത്. ഭർത്താവിനെ കൊന്നൊരു സ്ത്രീക്ക് ഇതൊക്കെ വളരെ നിസ്സാരമാണ്. വൈശാലി സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊന്നതാണെന്നുള്ളതിനും ഇവിടെ സകല തെളിവുകളുമുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകളോടെ ഒരു കൊടും കുറ്റവാളി സമൂഹത്തിൽ കറങ്ങി നടക്കുന്നത് തീർച്ചയായും നല്ലൊരു കാര്യമല്ല. കോടതി ഇത് പരിഗണിച്ച് കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇരുവശത്തെയും വാദങ്ങൾ കേട്ടതിന് ശേഷം ഡിഫൻസ് ലോയർ ആരാധ്യയുടെ വാദത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് താലി കെട്ടിയ ഭർത്താവിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയത് ഒരു കൊടും കുറ്റമായി തന്നെ പരിഗണിച്ചുകൊണ്ട് ഇത്തരം കുറ്റവാളികൾ സമൂഹത്തിൽ കറങ്ങി നടക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറ്റവാളിക്ക് വധശിക്ഷ വിധിക്കുന്നു. The court is adjourned. വൈദേഹിയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ദേവേട്ട. പ്ലീസ് ദേവേട്ട, ഞാൻ ദേവേട്ടന്റെ ഭാര്യയായിട്ട് മരിച്ചിരുന്നെങ്കിലും സാരമില്ല. പക്ഷെ ആരുമല്ലാതെ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കു ദേവേട്ട.
എന്റെ ശ്രീരാമ, ഞാൻ ഏത് ജന്മത്തിൽ എന്ത് പാപം ചെയ്തിട്ടാ എനിക്ക് ഈ ജന്മം ഇത്രയും വലിയ ശിക്ഷ നൽകിയത്? അറിയപ്പെട്ടൊരു രാജകുടുംബത്തിൽ ജനിച്ചിട്ടും എന്നെ അനാഥയായിട്ട് ഒരമ്പലത്തിന്റെ മുന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ജന്മം നൽകിയത് ആരാണെന്നറിയാതെ, ആ സ്നേഹം അനുഭവിക്കാൻ യോഗമില്ലാതെ 20 വർഷം കടന്നുപോയി. അവിടുന്ന് ഞാൻ ജനിച്ച വീട്ടിൽ എന്നെ കൊണ്ടാക്കി. എന്റെ മോറച്ചെറുക്കൻ തന്നെ എന്റെ ഭർത്താവായി വന്നപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു രാമ. പക്ഷെ അതിനുശേഷം പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പടയെടുപ്പായിരുന്നു. ഞാൻ വൈശാലിയല്ല, വൈദേഹിയാണ്. എന്നിട്ട് എന്തുകൊണ്ടാ എന്റെ ഭർത്താവിന് എന്നെ തിരിച്ചറിയാൻ കഴിയാത്ത? അത്രയ്ക്ക് ഞങ്ങൾ തമ്മിൽ അകന്നു കഴിഞ്ഞു. എന്റെ ജീവൻ പോയാൽ എനിക്ക് വിഷമമില്ല, പക്ഷെ ഇത് നാളെ എന്തെങ്കിലും സത്യം അറിയുമ്പോ ദേവേട്ടനത് സഹിക്കാൻ പറ്റുമോ? എന്നെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഈ ജന്മം ദേവേട്ടന് സഹിക്കാനാവോ? അതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. എന്റെ ദേവേട്ടന് വീണ്ടും അങ്ങനെ ഒരു വേദനയിലേക്ക് തള്ളിയിടല്ല രാമ. എന്റെ കഴുത്തിൽ തൂക്കുകയറി കയറുന്നതിന് മുന്നേ എന്റെ ദേവേട്ടൻ എന്നെ തിരിച്ചറിയണേ രാമ. മാഡം, ഒന്ന് വാ മാഡം. ഞാനാ വൈദേഹിന്ന് മാഡം വിശ്വസിക്കുന്നില്ലേ? പിന്നെ എന്താ അവര് വൈശാലി എന്ന് പറയുന്നത്? പറ മാഡം, എന്നെ എന്താ ആരും വിശ്വസിക്കാത്ത? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? വൈദേഹി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് എനിക്കറിയാം. ഇപ്പോഴും നീ വൈദേഹിയാണെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കോടതിക്ക് ആവശ്യം തെളിവുകളാണ് വൈദേഹി. നീ പറഞ്ഞ സത്യങ്ങളെല്ലാം അസത്യങ്ങളാണെന്ന് വരുത്തി തീർത്തില്ലേ ചന്ദ്രിക? പക്ഷെ സത്യം എന്നായാലും പുറത്തു വരുന്നല്ലേ പറയുന്നേ. എന്നിട്ടും ഈ കോടതി, സമൂഹവും, എന്റെ കുടുംബം പോലും, ഒടുവില് എന്റെ കഴുത്തില് താലി കെട്ടിയ ദേവേട്ടൻ പോലും ഞാൻ വൈദേഹിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലല്ലോ. അതെന്താന്ന് പറയും മാഡം. ഗ്രഹണം ഉണ്ടാവുമ്പോ ഒരല്പനേരത്തേക്ക് സൂര്യനെ കാണാണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും സൂര്യൻ ഇല്ലാന്നാകുന്നില്ലല്ലോ വൈദേഹി. നീയും അതുപോലെയാ വൈദേഹി. നിന്റെ സത്യത്തിൽ ഗ്രഹണം പിടിച്ചിരിക്കുക. ആ ഗ്രഹണം മാറുമ്പോ സത്യം എന്താണെന്ന് എല്ലാരും മനസ്സിലാക്കും. അതെപ്പോഴാ? എന്നെ തൂക്കിലേറ്റിട്ടോ? പിന്നെ ആരറിഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം കഴിഞ്ഞു. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വെണ്ണീരായി പോയില്ലേ മാഡം? എന്റെ ബന്ധുക്കളെല്ലാം എന്നെ അകറ്റി നിർത്തിയില്ല. എന്നെ എന്താ മേഡം ആർക്കും വേണ്ടാത്ത? അവരതൊക്കെ തിരിച്ചറിയുമ്പോ ഞാനുണ്ടാവുകയല്ല. സത്യങ്ങളെല്ലാം അസത്യങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ എന്തൊരു ഭാഗ്യം കെട്ടവളാണ് മാഡം. എന്നെ പോലെ ഒരു ജീവിതം ആർക്കും ഉണ്ടാവരുത്. ഞാൻ ഭാഗ്യമില്ലാത്തവള, ഭാഗ്യമില്ലാത്തവള്, ഭാഗ്യമില്ലാത്തവള്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്ന കേക്ക്. നീ കരയാതിരിക്കേ. പക്ഷെ കരയരുതെന്ന് പറയാനും മനസ്സ് വരുന്നില്ല. സമാധാനിപ്പിച്ച തീരുന്ന വിഷമല്ല നിന്റേത്. എന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. സത്യം എന്നെങ്കിലും പുറത്തു വരും. നിന്റെ പ്രണയവും നിന്റെ ബന്ധവും നിന്റെ ജീവിതവും എല്ലാം സത്യമാണെങ്കിൽ ആ സത്യം നിന്നെ രക്ഷിക്കും. കോടതിയുടെ ഉത്തരവനുസരിച്ച് നിന്നെ സബ് ജയിലിലേക്ക് അയക്കേണ്ടതാണ്. നിനക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇനി എനിക്ക് പറ്റൂ.